100 കോടി ക്ലബ്ബ് അതിൽ കടന്നു. അപ്പോൾ അതും മലയാള സിനിമാ ചരിത്രത്തിലൊരു റെക്കോർഡിട്ടു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കൂടുതലായിട്ടും അടുത്തിടെ കാണുന്ന ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ വളരെ കാമായിട്ടുള്ളൊരു മനുഷ്യനെയാണ് കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയിലല്ലാണ്ട് നമ്മൾ ടി വിയിൽ കാണുമ്പോഴൊന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു 100 കോടി ക്ലബ്ബിൽ കയറിയ ഒരു സമയത്ത്. ഇല്ല, ഇത് ഞാൻ പറയട്ടെ, ഇപ്പോൾ 365 ദിവസം ഓടിയ സിനിമയാണ് ചിത്രം. ആ സമയത്ത് അത് ഏറ്റവും വലിയ കളക്ഷനുള്ള സിനിമയാണ്. 365 ദിവസം ഓടിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്, അല്ലേ? ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ ഇതാണ്. അപ്പം ഒപ്പം എന്നുള്ള സിനിമ അത് കഴിഞ്ഞ് വന്നു. ജനതാ ഗാരേജ് എന്ന് പറയുന്ന 100 കോടി ക്ലബ്ബ് കഴിഞ്ഞു. അല്ലെങ്കിൽ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. അത് എക്സൈറ്റ്മെൻറ്റിൽ തന്നെ മാത്രം ജീവിക്കുകയാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പം ഓരോ നിമിഷവും നമുക്ക് പലതരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റുകളിൽ കൂടെയാണ് ജീവിക്കുന്നത്. ഇത് മാത്രം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ രസമായില്ല. അപ്പോൾ ആ അറിയുന്ന നിമിഷം അല്ലെങ്കിൽ അതൊക്കെ സന്തോഷകരമാണ്. നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ സങ്കടകരമായ കാര്യങ്ങളും അങ്ങനെ കൊണ്ടു നടക്കാറില്ല. സങ്കടമെന്ന് മറ്റു പലരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു 100 കോടി കളക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഒരു മൊമെൻ്ററി ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അത് ആ സിനിമയുടെ വിജയം കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും. അപ്പോൾ അതിലുള്ള സന്തോഷമാണ്. പണ്ട് കോളേജ് കാലഘട്ടത്തിൽ റെസ്ലിംഗ് ഒക്കെ ചെയ്യില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു റെസ്ലിംഗ് ചാമ്പ്യന് ഈ പുലിമുരുകൻ പോലെയുള്ളൊരു ആക്ഷൻ സിനിമയിലെ സംഘടന രംഗങ്ങളൊക്കെ എത്രത്തോളം ഈ പറഞ്ഞ മാതിരി ഒരുപാട് സിനിമകളിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഒരു എന്താണ് ഒരു കൊറിയോഗ്രാഫി, ഒരു ഡാൻസ് ചെയ്യുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിന്റെ. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അത്തരം പണ്ടൊക്കെ ചെയ്യുന്നതും പിന്നെ നിരന്തരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതിന് പലതരത്തിലുള്ളൊരു അത് ഒരു കൊറിയോഗ്രാഫിയാണ്. അതൊരു ആക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മേക്ക് ബിലീഫാണ്, ഹയസ്റ്റ് മേക്ക് ബിലീഫാണ്. ഒരാളെ നമ്മൾ ഇടിക്കുന്നില്ല, ചിലപ്പോൾ നമുക്ക് ഇടി കിട്ടും, പക്ഷെ അതിന് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്ന ഇപ്പോൾ എല്ലാ ഒരു നൃത്തരംഗം ഏറ്റവും മനോഹരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്താൽ അത് ഏറ്റവും മനോഹരമാകും. അതിനെ കുറച്ച് മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവൽ. അപ്പം ഈ സിനിമയിലെ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് പീറ്റർ ഹെയ്ൻ അത്തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ തന്നെ നമുക്കത് ചെയ്യാനും പറ്റി. അപ്പോൾ അതൊരു ബ്ലെസ്സിങ് ആണ്. 38ഓളം വർഷങ്ങളായല്ലേ അഭിനയിച്ചുകൊണ്ട് ഇരിക്കുന്നു, ഞങ്ങളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം സൂപ്പർ സ്റ്റാറാണ്. ഈ സമയത്ത് നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ തോന്നാറുണ്ടോ? ഇപ്പോൾ ചെറിയൊരു ചിലപ്പോൾ ഒരു പക്ഷേ സില്ലിയായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് പരിസരത്താണ്. ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പുറത്തേക്കൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. ഒരു റോഡ് അവസാനമായിട്ട് എന്നാ റോഡ് ക്രോസ് ചെയ്ത് നമ്മളിതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ സിനിമയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ ഹസാർഡ് അങ്ങനെയുള്ള ഒരു വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് പ്രൊഫഷൻ്റെ ഭാഗമാണ്, അല്ലേ? ഒരുപാട് പേർക്ക് അത്തരം ഞാൻ റോഡ് ക്രോസ് ചെയ്യാറുണ്ട്, ഞാൻ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്, അല്ലേ? അത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുന്തിരിവള്ളിയിൽ തളർക്കുമ്പോൾ എല്ലാ ദിവസവും ബസ്സിലാണ് യാത്ര. കാര്യം ആ കഥാപാത്രം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ വേറെ തരത്തിൽ ദൈവം സാധിച്ചു തരുന്നുണ്ട്. ഇപ്പം റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. എവിടെയെങ്കിലും റോഡ് ക്രോസ് ചെയ്താൽ മതി, അല്ലേ? നമുക്ക് സൈക്കിളിൽ ഓട്ടാൻ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ, കാർ ഓടിക്കാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു ഫോമാറ്റിലാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ റിഗ്രറ്റ്സ് ഇല്ല, സങ്കടമില്ല. അയ്യോ എനിക്കങ്ങനെ പിന്നെ അത്തരം ആഗ്രഹിച്ചിട്ട് കാര്യം. എനിക്കിപ്പോൾ സുഭാഷ് പാർക്കിൽ പോയിരുന്നൊരു ചായ കുടിക്കണം എന്ന് എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അത് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ പറ്റുമായിരിക്കാം. നിങ്ങളൊരു സിനിമയിൽ ഷൂട്ടിങ്ങിന് സുഭാഷ് പാർക്കിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ചായ കുടിക്കാം. അപ്പോൾ ഹൗ ടു അക്കോമഡേറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത് യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് എന്ന് പറയും, അല്ലേ? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. ലാലേട്ടൻ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി. തീർച്ചയായും ഈ സന്തോഷം ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റും. പക്ഷേ സമയപരിമിതിയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ തിരക്കുകൾ രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു.